ഡോക്ടർ ഹാരിസ് ചെയ്തതെന്താണ്? അദ്ദേഹം ഒരു വിസിൽ ബ്ലോവറുടെ ദൗത്യമാണ് നിർവഹിച്ചത്. ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കരുത്, അയാൾ ഒരു വിസിൽ ബ്ലോവറാണ്. ആ വിസിൽ ബ്ലോവർ എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് ചെയ്ത് കഴിഞ്ഞു അദ്ദേഹം. അത് ഡോക്ടർ ഹാരിസ് തന്നെ പറയുന്നുണ്ട്. എനിക്കൊരു പക്ഷേ നടപടി നേരിടാമെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഈ വിമർശനങ്ങൾ വരുന്നതിന് മുമ്പ് പോലും അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് നടപടി നേരിടാം എന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെ ചില കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കലായിരുന്നു. അതിന് വലിയ വിസ്ഫോടന ശേഷി ഉണ്ടായി. അതുകൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആ ഇഷ്യൂ പരിഹരിക്കപ്പെട്ടു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ഹസൻ നടത്തിയ വെളിപ്പെടുത്തൽ കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്തു. അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ സംവിധാനത്തെ തകർക്കുന്നതാണോ എന്ന സംശയം ഇപ്പോൾ പലരും ഉന്നയിച്ചു തുടങ്ങി. അതിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവരുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? അഭിലാഷ്, ഇപ്പോൾ ആദ്യ ദിവസങ്ങളിൽ ഡോക്ടറിൻ്റെ വെളിപ്പെടുത്തൽ അതിനെ മന്ത്രി ചെറിയ ചില സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അടുത്തടുത്ത ദിവസങ്ങളാകുമ്പോഴത്തേക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡോക്ടറുടെ വാദങ്ങളെ അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞതിനെ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടാണ് നിലപാടെടുത്തത്. പക്ഷേ ഇന്നലെ നോക്കും, മുഖ്യമന്ത്രി സ്വരം മാറ്റുന്നു, ഇന്നിപ്പോൾ മന്ത്രിമാർ സ്വരം മാറ്റുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഒന്നിപ്പോൾ നമ്മൾ കാണേണ്ടത്, ഇന്നലെ 3 മണിക്ക് വീണ ജോർജിൻ്റെ അഭിമുഖം മാതൃഭൂമി ന്യൂസ് തത്സമയം എടുക്കുമ്പോൾ ഞാൻ ആവർത്തിച്ച് ഡോക്ടർ ഹാരിസിനെ കുറിച്ച് വീണ ജോർജിനോട് ചോദിച്ചിരുന്നു, മന്ത്രിയോട് ചോദിച്ചിരുന്നു. അവർ പറഞ്ഞത് ഞങ്ങൾ ആ ഡോക്ടറെ ചേർത്ത് നിർത്തും, ആരോഗ്യവകുപ്പ് ആ ഡോക്ടറെ ചേർത്ത് നിർത്തും. അദ്ദേഹം പൊതുവായിട്ടുള്ള കാര്യമല്ല പറഞ്ഞത്, സ്പെസിഫിക്കായി നേരിട്ടൊരു ബുദ്ധിമുട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു, പ്രതികാര നടപടി ഉണ്ടാകുമോ? എന്തിനാണ് പ്രതികാരം ആ ഡോക്ടറോട്? ഞങ്ങളുടെ ഒപ്പമുള്ള ആളല്ലേ, ഞാനാണ് അദ്ദേഹത്തെ ഇവിടെ പോസ്റ്റ് ചെയ്തത്. ആ നിലയ്ക്ക് ഡോക്ടറുമായി ഉള്ള അല്ലെങ്കിൽ ഡോക്ടറോടുള്ള നല്ല ബന്ധത്തെക്കുറിച്ചും ഡോക്ടർ ചെയ്തത് ഒരു തെറ്റായ കാര്യമല്ല എന്നുമാണ് ആരോഗ്യമന്ത്രി ഇന്നലെ വൈകുന്നേരം പറഞ്ഞത്. അതിനുശേഷമാണ് മുഖ്യമന്ത്രിയുടെ അവലോകന യോഗത്തിലെ ഈ പരാമർശം വരുന്നത്. അപ്പോൾ സുപ്രീം ലീഡർ പറഞ്ഞതോടുകൂടി ഇന്ന് രാവിലെ നമ്മൾ ഇപ്പോൾ നോക്കൂ, മന്ത്രിമാർ സജി ചെറിയാൻ്റേത്, GR അനിലിൻ്റേത്, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുടേത് ഒക്കെ വിമർശനം കേട്ടു. ഇനി കൂടുതൽ വിമർശനം പറയാൻ പോവുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഈ വിമർശനങ്ങളുടെ ചെയിൻ റിയാക്ഷന് തുടക്കം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ ഈ അവലോകന യോഗത്തിൽ അദ്ദേഹം ഡോക്ടർ ഹാരിസിനെ ഇകഴ്ത്തി പറഞ്ഞില്ല. ഡോക്ടർ ഹാരിസ് ഇൻ്റഗ്രിറ്റിയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. പക്ഷേ നല്ല ഉദ്യോഗസ്ഥനാണ് എങ്കിലും ഈ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചത് മൂലം അത് എതിരാളികൾക്ക് മുതലെടുക്കാൻ ഒരു അവസരമുണ്ടാക്കി എന്ന് മാത്രമല്ല, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ സംവിധാനത്തെക്കുറിച്ച് അപഖ്യാതി ഉണ്ടാക്കാൻ ഇടയാക്കി, അപഖ്യാതികൾ പടരാൻ ഇടയാക്കി എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം. മുഖ്യമന്ത്രി ഡോക്ടർ ഹാരിസിനെ ഏതെങ്കിലും തരത്തിൽ മോശമായി പറയുകയോ അയാളുടെ ഇൻ്റഗ്രിറ്റിയോ ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ചുവട് പിടിച്ച് ഇന്നിപ്പോൾ നമ്മൾ ഇപ്പോൾ സജി ചെറിയാൻ്റെ ഭാഗത്തുനിന്നായാലും GR അനിലിൻ്റെ ഭാഗത്തുനിന്നായാലും CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നായാലുമുള്ള വിമർശനങ്ങൾ സ്വാഭാവികമായും ഇത് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ചെയ്തതെന്താണ്? അദ്ദേഹം ഒരു വിസിൽ ബ്ലോവറുടെ ദൗത്യമാണ് നിർവഹിച്ചത്. ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കരുത്, അയാൾ ഒരു വിസിൽ ബ്ലോവറാണ്. ആ വിസിൽ ബ്ലോവർ എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് ചെയ്ത് കഴിഞ്ഞു അദ്ദേഹം. അത് ഡോക്ടർ ഹാരിസ് തന്നെ പറയുന്നുണ്ട്. എനിക്കൊരു പക്ഷേ നടപടി നേരിടാമെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഈ വിമർശനങ്ങൾ വരുന്നതിന് മുമ്പ് പോലും അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് നടപടി നേരിടാം എന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെ ചില കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കലായിരുന്നു. അതിന് വലിയ വിസ്ഫോടന ശേഷി ഉണ്ടായി. അതുകൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആ ഇഷ്യൂ പരിഹരിക്കപ്പെട്ടു. യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഉപകരണങ്ങൾ വന്നു എന്ന് മാത്രമല്ല, സമഗ്രമായി മറ്റു മെഡിക്കൽ കോളേജുകളിലും സമാനമായ നിലയിലുള്ള ഒരു പരിശോധനയും അതുപോലെ തന്നെയുള്ള നടപടികളും ഉണ്ടാവും. ഈ വിവാദം ആദ്യം, അതായത് ഫേസ്ബുക്കിൽ ഡോക്ടർ ഹാരിസ് കുറിപ്പിട്ടപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇതിനെ സമ്പൂർണ്ണമായി നിരാകരിക്കുന്ന ഒരു പ്രതികരണമായിരുന്നു ഏറ്റവും ആദ്യം ഉണ്ടായിരുന്നത്. ഇങ്ങനൊരു പ്രശ്നമേ ഇല്ല, ഇങ്ങനൊരു ഫയലേ ഇവിടെ ഇല്ല എന്നുള്ളതായിരുന്നു. നമുക്കറിയാം, ഡോക്ടർ ഹാരിസ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ 7 മാസം മുമ്പ് ഇതേ കാര്യം ചൂണ്ടിക്കാണിച്ച് പരാതി കൊടുത്തതുമാണ്. അപ്പോൾ അത് അന്നേരം ഒന്നും നടന്നിട്ടില്ല. അദ്ദേഹം ആവർത്തിച്ച് ഈ വകുപ്പ് മേധാവി ആവർത്തിച്ച് പ്രിൻസിപ്പാളിന് മുമ്പിൽ ഈ വിവരം ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഒരു നടപടി ഉണ്ടായില്ല. പക്ഷേ അയാളൊരു വിസിൽ ബ്ലോവറായി മാറിയപ്പോൾ അതിന് ഇമ്പാക്റ്റ് ഉണ്ടായി. ഈ പ്രശ്നം ഒരു തരത്തിൽ പരിഹരിക്കപ്പെട്ടു. അപ്പോൾ എന്താണോ ആ ദൗത്യം എന്നുള്ളത് ഡോക്ടർ ഹാരിസിനെ സംബന്ധിച്ച് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. വളരെ കടുത്ത നടപടിയൊന്നും എടുത്തില്ലെങ്കിൽ പോലും താക്കീത് പോലെയുള്ള നടപടികൾ അദ്ദേഹത്തിന് ഉണ്ടാവും. പിന്നെ ഇന്ന് നമ്മളോട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ പ്രൊഫഷണൽ ഞാൻ കാണിച്ചിട്ടുള്ളൊരു ഒരു റിസ്ക്കാണ്, മണ്ടത്തരമാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഒരു വിസിൽ ബ്ലോവർ ആ വിസിൽ ബ്ലോവറുടെ ദൗത്യം നിർവഹിച്ചു എന്നാണ് ഡോക്ടർ ഹാരിസ് ഇക്കാര്യത്തിൽ ചെയ്ത കാര്യത്തെക്കുറിച്ച് പറയാൻ കഴിയും.